Good morning. Good morning, ma'am. ഓക്കെ, ഇപ്പൊ നമ്മള് റിവിഷൻസ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെ? റിവിഷൻ അല്ലായിരുന്നോ? ഓക്കെ, റിവിഷൻ എങ്ങനെ എല്ലാ ടീച്ചേഴ്സും സ്റ്റാർട്ട് ചെയ്തോ? ശരി, ഓക്കെ. റിവിഷൻ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? യൂസ്ഫുൾ ആണോ അത്? ഇതേപോലെ പോണുണ്ട്. ഓക്കെ, ശരി. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഫസ്റ്റ് നമ്മളെടുത്ത 5th മോഡ്യൂളിലെ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്തിരുന്നു അല്ലെ? ഇല്ലേ? അതിലെ ഒരു ഭൂരിഭാഗം എല്ലാ ക്വസ്റ്റ്യൻസും വരാവുന്ന ചാൻസുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പ്രധാനമായിട്ട് നോക്കാം കേട്ടോ. കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്. മിസ് ഇതിലെ ലാബിന്റെ ഭാഗത്തെ ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നോ? പറഞ്ഞോ? മിസ്സായിരുന്നല്ലോ ലാബിന്റെ ആ ഒരു ഭാഗം മിസ് അല്ലേ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. ഓക്കെ, ശരി. അപ്പോ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി നോക്കാം കേട്ടോ. അപ്പൊ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടോ? അക്രഡിറ്റേഷൻ നോക്കിയിരുന്നോ? നോക്കിയിട്ടാണ് വന്നേ? നോക്കിയോ? ഇതാണ് റിപ്ലൈ ഇല്ലാത്ത കുറച്ച് ബുദ്ധിമുട്ടാണോ? എളുപ്പമല്ല. ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ നമ്മൾ ഇത്തിരി സമയം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മാത്രം മതി നോക്കും. പക്ഷെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആട്ടോ ലാസ്റ്റ് പാർട്ട്. ഓക്കെ, കുറച്ച് സമയം കൊടുത്ത് പഠിക്കണേ. ശരി, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിലും ആൻസേഴ്സ് അറിയാവുന്നതാണെങ്കിൽ ഓപ്ഷൻസ് വേണ്ടല്ലോ. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് അക്രഡിറ്റേഷൻ? എന്താണ് അക്രഡിറ്റേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ അതിൽ 4 ഓപ്ഷൻസ് പറയാൻ വേണമെങ്കിൽ ഓപ്ഷൻ എ പ്രോസസ് ഓഫ് ഇന്റേണൽ ക്വാളിറ്റി ചെക്ക്. ഓപ്ഷൻ ബി എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർ ഹോസ്പിറ്റൽസ്. ഓപ്ഷൻ സി the external recognition of adherence to a set of standards. And option D, a method for increasing hospital profit. ഇതാണ് what is accreditation എന്ന് വെച്ചാൽ ഓപ്ഷൻ സി അല്ലെ? The external recognition of adherence to set of standards അല്ലെ? Okay. ഇനി which of the following is a synonym for accreditation? Which of the following is a synonym for accreditation? Option A, regulation. Option B, authorization. Option C, inspection. Option C, D, guideline. ഏതാ synonym for accreditation? Option A, regulation. Option B, authorization. Option C, inspection. Option D, guideline. Option B, അല്ലേ? Authorization. Very good. Authorization. Then what is a primary benefit of accreditation for an organization? What is a primary benefit of accreditation for an organization? Option A, it guarantees higher profit. Option B, it gives confidence to external regulators and customers. Option C, it allows the organization to bypass laws. Option D, it reduces the number of staffs needed. ഏതാ? ഓപ്ഷൻ ബി അല്ലെ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റെഗുലേറ്റേഴ്സിനും കസ്റ്റമേഴ്സിനും ഒക്കെ ഒരു കോൺഫിഡൻസ് നൽകുക എന്നുള്ളത് തന്നെയാണ്. Then in what year did the American College of Surgeons establish minimum standards for hospital? ഏത് വർഷമാണ് അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് എസ്റ്റാബ്ലിഷ് മിനിമം സ്റ്റാൻഡേർഡ്സ് ഫോർ ഹോസ്പിറ്റൽ? ഓപ്ഷൻസ് വേണ്ട അല്ലെ? അറിയാവുന്നവരൊന്ന് ടൈപ്പ് ചെയ്തിട്ടാ മതി. ഓക്കെ, 1970 ശരിയാണ് കേട്ടോ. ഇനി അടുത്തത്
The Joint Commission on Accreditation of Hospitals was formed in which year? The Joint Commission on Accreditation of Hospitals was formed in which year? Very good, 1951. Sure. In India, when was the NAV accreditation system established? In India, when was the NAV accreditation system established? 2006. 2006. ശരിയാണ്. 2006. അല്ലേ? Okay. ശരി. Then, which of these is a driving factor for hospital to seek accreditation? Which of these is a driving factor for hospitals to seek accreditation? Option A, to increase the cost of treatment. Option B, the Consumer Protection Act and Clinical Establishment Act. Option C, to reduce the number of services offered. And option B, to avoid government audit. Ida, option B, to Consumer Protection Act and Clinical Establishment Act. Share. Next question. Why does accreditation help attract foreign patients? Why does accreditation help attract foreign patients? Option A, it offers them special discounts. Option B, an Indian accreditation body. Or next option B, it standardizes the protocol and protect the international quality of healthcare delivery. Option C, it provides travel assistance. And option D, it is a mandatory requirement for admitting foreign patients. Option B, it standardizes the protocols and protect the international quality of healthcare delivery. Very good. Then, which are the two main accreditation authorities mentioned in India? ഏതൊക്കെയാണ് നമ്മൾ ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട അക്രഡിറ്റേഷൻ ബോഡീസ് പഠിച്ചത്? നാബ് മാത്രമുള്ള QCA, നാബും QCA നമ്മൾ പഠിച്ചു അല്ലേ? വെരി ഗുഡ്. ഇനി what does NAB stands for? What does NAB stands for? എന്താണ് അതിന്റെ ആൻസർ പറ? NAB stands for NABിന്റെ എക്സ്പാൻഡ് ഫോം എന്താ? What does NAB stand for? നാബിന്റെ എക്സ്പാൻഡ് ഫോം എന്താണെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണ് നാബ് എന്ന് പറഞ്ഞാൽ? ശരിക്കും എന്തിനെ സൂചിപ്പിക്കുന്നു? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ എന്താണ്? വേറെ ആരും പറയാത്തെ? ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെ? ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കേട്ടോ. കൃത്യമായിട്ട് ആ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെച്ചേക്കണേ, മാറിപ്പോവരുത്. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരാറുള്ളതാട്ടോ. NAB is a constant board of which organization? NAB is a constant board of which organization? ഏതാണ്? QCA അല്ലെ? വെരി ഗുഡ്. QCA. QCAയുടെ എക്സ്പാൻഡ് ഫോം എന്താ? QCAയുടെ എക്സ്പാൻഡ് ഫോം എന്താ? Quality Council of India. Very good. Quality Council of India. ശരി. What is ISQA? What is ISQA? Options പറയാം. An Indian accreditation body. Option B, an international body that grants approval to accreditation bodies. Option C, a patient advocacy group. Option D, a government regulatory agency. ഏതാണ് ഓപ്ഷൻ ബി അല്ലെ? An international body that grants approval to accreditation bodies. അല്ലെ? ശരി. The 5th edition of NAB standard. The 5th edition of NAB standard has how many chapters and standards?
The 5th edition of NAB standards has how many chapters and standards? And 3 chapters. So, and standards. Very good. 10 chapters and 100 standards. Like, share. The NAB standard assessment and continuity of care, or AAC, covers which processes? Option A, billing and finance. Option B, human resource management. Option C, facility maintenance. Option D, registration, admission and discharge. ഇതാണ് ഓപ്ഷൻ ഡി അല്ലെ, രജിസ്ട്രേഷൻ, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ്. ശരി. Which NAB chapter deals with drug interaction and individual sensitivity? Which NAB chapter deals with drug interaction and individual sensitivity? Option A, care of patients. Option B, management of medication. Option C, patient rights and education. Option D, human resource management. ഇതാണ് drug interaction and individual sensitivity. ഏതാ വരിക? വെരി ഗുഡ്. ഓപ്ഷൻ ബി അല്ലെ, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷനിലല്ലേ വരുന്നത് അല്ലെ. Then materials management system. A materials management system helps meet the standards of which NAB chapter? Materials management system helps meet the standards of which NAB chapter? Option A, information management system. Option B, responsibilities of management. Option C, facilities management and safety. Option D, continuous quality management. ഇതാ വരുന്നത് ഓപ്ഷൻ സി. വെരി ഗുഡ്. ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. Then the key performance indicators or KPIs are important for achieving the standards in which chapter? The key performance indicators are important for achieving the standards in which chapter? Option A, human resource management. Option B, information management system. Option C, continuous quality management. And option D, responsibilities of management. ഏതാണ് key performance indicators വരുന്നത്? Option A, human resource management. Option B, information management system. Option C, അല്ലെ, continuous quality management. ശരി. For whom is NAB accreditation most beneficial? For whom the NAB accreditation most beneficial? ആർക്കാണെന്നുള്ളത്? Option A, hospital management. Option B, staff. Option C, insurance companies. And option D, patients. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി അല്ലെ, പേഷ്യൻസിനാണ് നാബിന്റെ അക്രഡിറ്റേഷൻ ഏറ്റവും പ്രയോജനകരമായിട്ടുള്ളത് അല്ലെ. Then how does accreditation benefit hospital staff? How does accreditation benefit hospital staff? Option A, it guarantees them a higher salary. Option B, it provides a good working environment and encourages leadership skills. Option C, it reduces their working hours. Option D, it gives them more holidays. ഇതാണ് ആൻസർ വരിക. How does accreditation benefit hospital staff എന്നാ ചോദിച്ചിരിക്കുന്നത്. Option A, it guarantees them a higher salary. Option B, it provides a good working environment and encourages leadership skills. Option C, it reduces their working hours. Option D, it gives them more holidays. Is the answer? Very good. Option B, like it provides good working environment and encourages leadership skills. Yeah. Then next, accreditation provides an objective system for what process by insurance and other third parties. Accreditation provides an objective system for what process by insurance and other third parties.
Option A, billing. Option B, auditing. Option C, marketing. And option D, empanelment. ഏതാണ് ഒരു ആൻസർ? Option B, empanelment. Very good. Then when was the Quality Council of India or QCI established? When was the Quality Council of India or QCI established? ഏതാണ് വർഷം? 1997 അല്ലെ? 1997. Very good. Then QCI was established jointly by the government of India and which other group? The QCA was established jointly by the government of India and which other group? Option A, the World Bank. Option B, the Indian Medical Association. Option C, three premier industry association, ASSOCHAM, CII and FICCI. Option D, the Ministry of Health. Answer is very good. Option C. Three premier industry associations. Okay. Which ministry is the nodal ministry for QCA? Which ministry is the nodal ministry for QCA? Option A, Ministry of Health and Family Welfare. Option B, Ministry of Finance. Option C, Ministry of Commerce and Industry. Option D, Ministry of Education. Very good. Option C, Ministry of Commerce and Industry. Sure. How many main accreditation bodies does QCA function through? How many main accreditation bodies does QCI function through? Option A, 3. Option B, 5. Option C, 7. Option D, 10. Very good. Option B, 5 and 11. Answer. Check. Which QCA board grants accreditation to schools and institutes providing vocational training? Which QCA board grants accreditation to schools and institutes providing vocational training? ഇതാണ്. Very good. Number 2. ഇങ്ങനൊരു ഓപ്ഷൻ വേണ്ട കാര്യമില്ല അല്ലെ? Which QCA body is responsible for the National Quality Campaign? Which QCA body is responsible for the National Quality Campaign? ഏതാണ്? NBQP. Very good. NBQP. ശരി. When which board under QCI provides third-party assessment schemes for the technical competency of laboratories? ഏതാണ് അതിന്റെ ആൻസർ? NABL. Very good. NABL അല്ലെ? ശരി. What is the key eligibility required for a hospital applying for NAB accreditation? What is the key eligibility requirement for a hospital applying for NAB accreditation? Option A, it must have over 500 beds. Option B, it must be a for-profit organization. Option C, it must be at least 20 years old. Option D, it should be above 50 beds. ഇതാണ് വരിക. ഓപ്ഷൻ ഡി അല്ലെ? 50 ബെഡിൽ കൂടുതലെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു എലിജിബിലിറ്റി റിക്വയർമെന്റ് എന്ന് പറയും. Before applying for NAB accreditation, for how long should the standard have been implemented in the hospital? Before applying for NAB accreditation, for how long should be the standards have been implemented in the hospital? Option A, 1 month. Option B, 3 months. Option C, 6 months. And option D, 1 year. ഇതായിരിക്കും. Option A, 1 month. Option B, 3 months. Option C, 6 months. Option D, 1 year. Option B അല്ലെ? 3 മാസമെങ്കിലും എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ? ശരി.
What is the first step in the NAB accreditation process journey? What is the first step in the NAB accreditation process journey? Option A, applying online. Option B, implementing the standards for a minimum duration. Option C, paying the assessment fee. Option D, undergoing final assessment. ഇതായിരിക്കാം. ഇതൊരു കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ ചിലർക്കെങ്കിലും വരാറുണ്ട് കേട്ടോ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സ്. ആ ഒരു യാത്ര ആരംഭിക്കുമ്പോൾ നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻസ് ഒന്നുകൂടി ക്ലിയർ ആക്കാം. അപ്ലൈങ് ഓൺലൈൻ ആണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, implementing the standard for a minimum duration. Option C, paying the assessment fee. Option D, undergoing the final assessment. അപ്പൊ ഇവിടെ ഭൂരിഭാഗം ആൾക്കും ബാക്കി ലാസ്റ്റത്തെ രണ്ട് ഓപ്ഷൻസും അല്ലെന്നറിയാം അല്ലേ? ഫൈനൽ അസസ്മെന്റ് അല്ല, അസസ്മെന്റുമായി ബന്ധപ്പെട്ട ഫീ അടക്കുന്നതുമല്ല ആദ്യത്തെ സ്റ്റെപ്പ് എന്നറിയാം. പിന്നെ രണ്ട് കൺഫ്യൂഷൻ വരുന്നത് ഓപ്ഷൻ എയിലും ഡിയിലും അല്ലേ? അപ്ലൈങ് ഓൺലൈൻ ആണോ അതോ ഒരു ഇംപ്ലിമെന്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ എ മിനിമം ഡ്യൂറേഷൻ ആണോ? ആ രണ്ട് ഓപ്ഷൻസിൽ ഇവിടെ കൺഫ്യൂഷൻ വരാനുള്ളൂ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതായിരിക്കും ആദ്യം നടന്നിട്ടുണ്ടാവുക? ഏതായിരിക്കും മക്കളെ ആദ്യം നടക്കുക? നീ ഇതിവിടെ കൃത്യമായിട്ടുള്ള ആൻസറാ പറഞ്ഞത്. ഏതായിരിക്കും? അവിടെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ചെയ്യേണ്ട ഒരു കാര്യമില്ലേ? എന്താണ്? നമ്മള് നാബിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഒരു മിനിമം 3 മാസമെങ്കിലും നാബ് സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നേ അല്ലേ? അപ്പൊ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പും അത് തന്നെയല്ലേ വരിക? ആണ്. അപ്പൊ അതുകൊണ്ട് അപ്ലൈ ഓൺലൈൻ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ നടപ്പിലാക്കേണ്ട കാര്യമാണ് ഒരു മിനിമം ഡ്യൂറേഷനില് സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത്. അതാണ് കറക്റ്റ് ആൻസർ വരിക കേട്ടോ. അപ്പൊ അങ്ങനെ ചെറിയ ഡൗട്ടുകളൊക്കെ ക്വസ്റ്റ്യൻസിൽ പറയുന്ന ഓപ്ഷൻസ് കാണുമ്പോൾ വരാം. അപ്പൊ അത് ഒന്നും കൂടി വായിച്ചിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അല്ല എങ്കിൽ മിക്ക ആളുകളും ഓപ്ഷൻ ആദ്യം തന്നെ അപ്ലൈ ഓൺലൈനിൽ കുത്തും ഇല്ലേ? മിക്കവർക്കും ഡൗട്ട്സ് കാര്യങ്ങൾ വരാം. അല്ലെങ്കിൽ അതായിരിക്കുമല്ലോ ആദ്യത്തെ പ്രോസസ് എന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതല്ലേ എന്ന് വിചാരിച്ച് ആദ്യത്തെ ഓപ്ഷൻ നിൽക്കും, തെറ്റിപ്പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ക്വസ്റ്റ്യൻസ് വരുമ്പോ മനസ്സിലായില്ല അല്ലെങ്കിൽ അത് അത്ര ഓക്കെ അല്ല, കറക്റ്റ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി വായിച്ച് കൺഫേം ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ. The NAB assessment team looks for what during their visit? The NAB assessment team looks for what during their visit? Option A, evidence of implementation of NAB standards. Option B, the hospital profit and loss statements. Option C, patient satisfaction surveys only. Option D, the number of doctors with foreign degrees. The NAB assessment team looks for what during their visit? That's the question. Option A പറയുന്നത് evidence of implementation of NAB standards. Option B, hospital profit and loss statements. Loss statements. Option C, patient satisfaction surveys only. Option D, the number of doctors with foreign degrees. ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണോ? ഓപ്ഷൻസ് ഒന്നും. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? നാബ് അസസ്മെന്റ് ടീം ലുക്സ് ഫോർ വാട്ട് ഡ്യൂറിംഗ് ദിയർ വിസിറ്റ്. അവർ അവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ നാബ് അസസ്മെന്റ് ടീം എന്തൊക്കെ കാര്യങ്ങളാണ് വീക്ഷിക്കുക? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പറഞ്ഞത് എവിഡൻസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് നാബ് സ്റ്റാൻഡേർഡ്. ഓപ്ഷൻ എ ആണത്. ഓപ്ഷൻ ബി ആയിട്ട് പറയുന്നത് ഹോസ്പിറ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ സി patient satisfaction survey only. Option D, the number of doctors with foreign degrees. ഏത് ആൻസർ വരെ? ഇനി ഒന്ന് ആൻസർ പറഞ്ഞേ. ഓപ്ഷൻ എ അല്ലെ, എവിഡൻസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് നാബ് സ്റ്റാൻഡേർഡ്. അതല്ലേ അവർ നോക്കുന്നത്, അല്ലാതെ അവിടുത്തെ പ്രോഫിറ്റോ അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സിന്റെ ഡിഗ്രിയോ കാര്യങ്ങളോ ഒന്നും അല്ല നോക്കുന്നത് അല്ലെ. Then what are the different types of assessments conducted by NAB?
ഏതൊക്കെയാണ് നാബ് കണ്ടക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റുകള്? ഓപ്ഷൻ വേണ്ടല്ലോ. ഏതൊക്കെയാ പഠിച്ചേ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് പഠിച്ചില്ലേ? ഓൺ സൈറ്റ് അസസ്മെന്റ്, പിന്നെ ഡെസ്ക് ടോപ്പ് അസസ്മെന്റ്, റിമോട്ട് അസസ്മെന്റ്, ഒരെണ്ണോടിയുണ്ട് ഹൈബ്രിഡ് അസസ്മെന്റ്. വെരി ഗുഡ്. ആ 4 പേരുകൾ പഠിച്ചു വെച്ചേക്കണം. അതെന്താണെന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. In which type of assessment does the assessor not visit the hospital in person? In which type of assessment does the assessor not visit the hospital in person? Option A, on-site assessment. Option B, hybrid assessment. Option C, remote assessment. Option D, surprise assessment. ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ ഏതാ? ഓപ്ഷൻ എയോ? ഒന്നുകൂടി പറയാം. In which type of assessment does the assessor not visit the hospital in person? Question clear ആണോ? Question clear ആണോ? അതാദ്യം അറിയട്ടെ. Question പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഓപ്ഷൻസ് പറയട്ടെ. Option A, on-site assessment. Option B, hybrid assessment. Option C, remote assessment. Option D, surprise assessment. ഏതാണ് ആൻസർ വരിക? In which type of assessment does the assessor not visit the hospital in person? Very good. Remote assessment ആണ്. എന്തായി മാറിപ്പോയേ? ആരാണ്? നീതുനും എന്ത് പറ്റി? കൺഫ്യൂഷൻ ആയോ? അത് വ്യക്തമായിട്ട് അതാണ് ഞാൻ മിസ് പറഞ്ഞേ. ഇപ്പൊ നോട്ട് എന്ന് പറയുന്ന ഒരു ഭാഗം ചിലപ്പോ ആ നോട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെ? ഇപ്പൊ in which type of assessment does the assessor visit hospital in person എന്ന് ചോദിച്ചാൽ അവിടെ ആ നോട്ട് ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാറിയില്ലേ? മാറിയോ? അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷന് മാറില്ലേ മക്കളെ? അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ ചെയ്യാനായിട്ടാ. അപ്പൊ നോട്ടും കാര്യങ്ങളൊന്നും വിട്ടുപോലെ 1-2 പ്രാവശ്യം ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി വേണം ഓപ്ഷൻസിലേക്ക് നോക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് കൃത്യമായ ഓപ്ഷൻസ് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇവിടെ റിമോട്ട് അസസ്മെന്റ് ആണ് നമ്മുടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിലാണ് നമ്മൾ നോക്കട്ടെ. കൊടുത്തിരിക്കുന്ന ഓപ്ഷനില് അവിടെ ഹോസ്പിറ്റൽ ഇൻ പേഴ്സൺ ആയിട്ട് വിസിറ്റ് ചെയ്യാതെ അസസ്മെന്റ് നടത്തുന്നത് ഏതാണ്? റിമോട്ട് അസസ്മെന്റ് ആണ് അല്ലെ? ഡെസ്ക് ടോപ്പ് അതാ മിസ് പറഞ്ഞേ. ഓപ്ഷനിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അത് നോക്കണം കേട്ടോ. അപ്പൊ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഡെസ്ക് ടോപ്പും റിമോട്ടും നമ്മൾ അവിടെ നേരിട്ട് ചെല്ലുന്നില്ല. അപ്പൊ അതിൽ ഏതെങ്കിലും 2 നമ്മുടെ ഓപ്ഷനിലുണ്ടോ? അല്ലെങ്കിൽ ഒരെണ്ണാണോ ഉള്ളത്? അങ്ങനെയാണ് കേട്ടോ. നോട്ട് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് നമ്മുടെ നോട്ട് ഉണ്ടോ ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം നോക്കണം കേട്ടോ. അത് ഒരു മാർക്ക് പോയാൽ ആ മാർക്ക് സ്കോർ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് വളരെ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഈ ഒരു അസസ്മെന്റുമായി ബന്ധപ്പെട്ട. ആ ഒരു മാർക്ക് നമ്മുടെ കളയുന്നത് നമ്മുടെ ശാസ്ത്രത കൊണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള മാർക്കുകൾ മാക്സിമം നമുക്ക് അറിയാവുന്നത് 1-2 പ്രാവശ്യം വായിച്ചിട്ടെങ്കിലും ആൻസർ ചെയ്യണേ. പിന്നെയും പറയുന്നത് നമ്മുടെ ഓൺലൈൻ എക്സാമുകളാകുമ്പോൾ ടെൻഷൻ കൂടാൻ സാധ്യതയുള്ള ഇതാണ് അല്ലെ? നമുക്ക് ടെൻഷൻ സമയം പോകുന്നുണ്ടോ എന്നുള്ളൊരു ടെൻഷനൊക്കെ വരും. അപ്പൊ ആ സമയത്തൊന്നും ഒരിക്കലും നമ്മൾ കോൺസെൻട്രേഷൻ വിട്ടുകളയരുത്. എപ്പോഴും സമാധാനപരമായി ഇതിനൊന്ന് മനസ്സിരുത്തി വായിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ. മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും ശ്രദ്ധ കൊടുക്കാതെ ഇതിന് മാത്രം. മറ്റുള്ളവർ എഴുതി കഴിഞ്ഞോ സബ്മിറ്റ് ചെയ്യുന്നു അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മള് സബ്മിറ്റ് ചെയ്യാൻ നമ്മൾ നന്നായിട്ട് എഴുതാന്നുള്ളത് മാത്രമേ നമ്മുടെ വിഷയമുള്ളൂ അവിടെ അല്ലെ? അപ്പൊ ആ സമയത്ത് കോൺസെൻട്രേഷൻ കൊടുത്ത് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് വായിച്ച് വ്യക്തമാക്കിയിട്ട് വേണം ഓപ്ഷൻസ് വായിച്ച് അതിൽ ഓപ്ഷൻസ് നമുക്ക് പറ്റിയ ആൻസേഴ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിൽ തന്നെ കൃത്യമായിട്ടുള്ള ഏതാണെന്ന് ചൂസ് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസിനും ഇത്ര സമയം വീതം നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യാം. അപ്പൊ അതിനനുസരിച്ച് ടൈം ഒന്ന് അറേഞ്ച് ചെയ്യണം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവുകൾ അനുസരിച്ചാക്കാം. അത് നമുക്കൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല. കാരണം ചിലർക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വേഗം ആൻസർ ചെയ്തിട്ട് അങ്ങനെ പാടുള്ളതിലേക്ക് ഈ സമയം കൂടുതൽ കൊടുത്താലും അങ്ങനെയാണെങ്കിൽ അപ്പൊ അത് നിങ്ങൾ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്യണം കേട്ടോ. ഓക്കെ. ഇനി is the pre-assessment by NAAP mandatory or optional? Is the pre-assessment by NAAP
മാൻഡേറ്ററി ഓർ ഓപ്ഷണൽ? ഏതാണ്? അതിനൊരു ആൻസർ വേണോ? ഓപ്ഷണൽ ആണ് അല്ലെ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? ഇനി ആഫ്റ്റർ ദ ഫൈനൽ അസസ്മെന്റ് how many cycles of corrective action or non-conformities are allowed? After the final assessment, how many cycles of corrective action or non-conformities are allowed? എത്രയാണ്? എത്ര സൈക്കിളാ കൊടുക്കുക? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി അൺലിമിറ്റഡ്. ആഫ്റ്റർ ദ ഫൈനൽ അസസ്മെന്റ് ആണ്. വെരി ഗുഡ്. ഓപ്ഷൻ ബി അല്ലെ, 2 അല്ലെ. 2 സൈക്കിൾ ഓഫ് കറക്റ്റീവ് ആക്ഷൻസിന് വേണ്ടിയിട്ടാണ് അവിടെ അലോ ചെയ്യുന്നത്. A hospital must apply for renewal of accreditation at least how long before the expiry of its validity? A hospital must apply for renewal of accreditation at least how long before the expiry of its validity? Option A 1 month, option B 3 months, option C 6 months, and option D 1 year. 6 months അല്ലെ, 6 മാസത്തിനുള്ളിലെങ്കിലും, അതായത് വാലിഡിറ്റി തീരുന്നതിന് 6 മാസം മുൻപെങ്കിലും അപ്ലൈ ചെയ്തിരിക്കണം. When might NAV conduct an unannounced or surprise visit? When might NAV conduct an unannounced or surprise visit? Option A, as a routine annual check. Option B, based on any concern or serious incident reported. Option C, if the hospital changed its name. Option D, before renewing the accreditation. ഇതാണ് ആൻസർ വരുന്നത്. When might NAV conduct an unannounced or surprise visit നടത്തുന്നത് എപ്പോഴാണെന്നാ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ആസ് എ routine annual check. Option B, based on any concern or serious incident reported. Option C, if the hospital changed its name. Option D, before renewing the accreditation. ഇത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അല്ലെ, based on any concern or serious incident reported. എന്താണ് ബാക്കിയുള്ളവരൊന്നും റിപ്ലൈ തരാത്തെ? നോക്കിയിട്ടില്ലേ? ആതിര, പത്മശ്രീ, എന്താണ് റിപ്ലൈ തരാതെ? നോക്കിയില്ലേ? ഓക്കെ, അപ്പൊ നമ്മളെ ലിസ്റ്റിലേക്ക് പോവാം. What is a focus assessment conducted for? What is a focus assessment conducted for? Dash. Option A, for routine surveillance. Option B, to train new hospital staff. Option C, to check the hospital finances. Option D, when there are significant changes like a change in location or scope of services. Option D, very good. Then, what action can be taken if an accreditation-treated hospital misuses the NAV logo? What action can be taken if an accredited hospital misuses the NAV logo? Option A, small fine. Option B, a warning letter. Option C, adverse action including legal action. Option D, no action is taken. ഏതാ വരുന്നത്? ഓപ്ഷൻ സി. വെരി ഗുഡ്, ഓപ്ഷൻ സി ആണ് കേട്ടോ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ പ്രോഗ്രാം ഓൺ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ POI ട്രെയിനിങ് സെഷൻസ് അറേഞ്ച്ഡ് ബൈ NAV? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ പ്രോഗ്രാം ഓൺ ഇംപ്ലിമെന്റേഷൻ ട്രെയിനിങ് സെഷൻസ് അറേഞ്ച്ഡ് ബൈ NAV? ഓപ്ഷൻ എ, ടു ട്രെയിൻ assessors. Option B, to market the NAV program. Option C, to help healthcare organization understand and implement NAV standard. Option D,
to certify doctors and nurses. ഏത് ആൻസർ വരുന്നേ? നോട്ട് പറയണോ? ഓപ്ഷൻ സി ആണ് അല്ലെ. അതായത് പ്രോഗ്രാം ഓൺ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ POI എന്ന് പറയുന്ന നാബിന്റെ കീഴിലുള്ള ട്രെയിനിങ് സെഷൻ അറേഞ്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്നാണ്, അതിന്റെ പ്രധാന പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ പ്രോഗ്രാമിന്റെ, ആ ഒരു ട്രെയിനിങ് സെഷന്റെ പർപ്പസ്. ഒന്നാമത് ഓപ്ഷൻ പറയുന്നത് ടു ട്രെയിൻ അസസേഴ്സ്, അസസേഴ്സിനെ പരിശീലനം നൽകാൻ. ഓപ്ഷൻ ബി പറയുന്നത് ടു മാർക്കറ്റ് പ്രോഗ്രാം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി. ഓപ്ഷൻ സി ടു സർട്ടിഫൈ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്, എന്താ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയൊക്കെ സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി. അടുത്തൊരു ഓപ്ഷൻ പറയുന്നത് ടു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അണ്ടർസ്റ്റാൻഡ് ഇംപ്ലിമെന്റ് നാബ് സ്റ്റാൻഡേർഡ്. അതല്ലേ ശരിക്കും ആൻസർ അല്ലെ? ഓർഗനൈസേഷൻസിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, നാബിന്റെ സ്റ്റാൻഡേർഡ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അത് അവിടെ നടപ്പിലാക്കാനും വേണ്ടിയിട്ട് അല്ലെ? നാബുമായി ബന്ധപ്പെട്ട ബാക്കി ഭാഗങ്ങളെ മിസ് എടുത്തിട്ടില്ലേ? മിസ് വിശദമായിട്ടത് നോക്കിയതല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് മിസ് ആ ഭാഗം നോക്കുന്നില്ല കേട്ടാ. വാട്ട് ഡസ് JCA സ്റ്റാൻഡ്സ് ഫോർ? JCAയുടെ എക്സ്പാൻഡ് ഫോം എന്താ? Joint Commission on Commission International. Okay, very good. ഇനി JCA is a US-based accreditation body dedicated to improving what? JCA is US-based accreditation body dedicated to improving what? Option A, hospital profitability. Option B, healthcare quality and safety. Option C, medical technology. Option D, the efficiency of hospital administration. Very good. Healthcare quality and safety. Sure. To earn JCA's gold seal of approval, an organization must undergo an on-site survey at least every how many years? To earn JCA's gold seal of approval, an organization must undergo on-site survey at least every how many years? 3 years. Very good. 3 years. JCA was founded in what year? JCA was founded in what year? ഏത് വർഷമാണ് JCA യുടെ വർഷം ഏതാ? JCA ഏത് വർഷമാണ്? 1994. Okay. What is the first step for a hospital seeking JCA accreditation? What is the first step for a hospital seeking JCA accreditation? Option A, paying the accreditation fee. Option B, serious commitment of the leadership towards patient safety and quality care. Option C, hiring a team of international doctors. Option D, renovating the hospital building. What is the first step for the hospital seeking JCA accreditation? Option A, paying the accreditation fee. Option B, serious commitment of the leadership towards patient safety and quality care. Option C, hiring a team of international doctors. Option D, renovating the hospital building. ഏതായിരിക്കും വരുന്നത്? ഒരു JCA accreditation വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട ആദ്യ സ്റ്റെപ്പ് എന്താണ്? എന്തായിരിക്കും? ഫീ ആദ്യം അടയ്ക്കുകയാണോ വേണ്ടേ? ആണോ? അല്ല. ഓപ്ഷൻ എ എന്ന് പറയുന്നത് പേയിങ് ദ അക്രഡിറ്റേഷൻ ഫീ എന്നുള്ളതാണ്. അപ്പൊ അതല്ലല്ലോ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് സീരിയസ് കമ്മിറ്റ്മെന്റ് ഓഫ് ദ ലീഡർഷിപ്പ് ടുവേർഡ്സ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി കെയർ. ഇതാണോ? ആണോ? അല്ലേ? പേഷ്യൻസിന്റെ അല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? അടുത്ത ഓപ്ഷൻ പറയട്ടെ മിസ്. മൂന്നാമത്തെ ഓപ്ഷൻ ഹയറിംഗ് എ ടീം ഓഫ് ഇന്റർനാഷണൽ ഡോക്ടേഴ്സ്. അതാണോ? ഹയറിംഗ് എ ടീം ഓഫ് ഇന്റർനാഷണൽ ഡോക്ടേഴ്സ് ആണോ?
അല്ല. ഓപ്ഷൻ 4, നാലാമത്തെ ഓപ്ഷൻ ആണ് റിനോവേറ്റിംഗ് ദ ഹോസ്പിറ്റൽ ബിൽഡിംഗ്. അതാണോ? റിനോവേറ്റിംഗ് ദ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആണോ? അപ്പൊ ഇത് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ശരി. JCA is itself accredited by which organization? JCA is itself accredited by which organization? ഏത് ഓർഗനൈസേഷൻ ആണ്? നമ്മൾ പഠിച്ചല്ലോ. ഓപ്ഷൻസ് പറയട്ടെ. WHO, ഓപ്ഷൻ ബി UN, യുണൈറ്റഡ് നേഷൻസ്, ഓപ്ഷൻ സി AMA, അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ, ഓപ്ഷൻ ഡി IEEA, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ അസോസിയേഷൻ. ഏതാണ്? JCA is itself accredited by which organization? പഠിക്കുന്നില്ലേ JCA കൂടെ? അവിടെ ഏതാണ്? IEEA അല്ലേ പഠിക്കുന്നേ? ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ അസോസിയേഷൻ. ഏട്ടാ എന്താണ് ആ ഭാഗം നോക്കിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ടല്ലോ. ആണോ? According to the chart, prevention and control of infection is what type of JCA standard? Prevention and control of infection is what type of JCA standard? Option A, patient-centered standard. Option B, management-centered standard. Option C, both A and B. Option D, neither A or B. ഏതാണ്? very good. Management-centered standard അല്ലേ? The JCA accreditation process typically takes how long for a hospital? The JCA accreditation process typically takes how long for a hospital? Option A, 3 to 6 months. Option B, 6 to 12 months. Option C, 12 to 24 months. And option D, over 24 months. ഏതാണ്? ഓപ്ഷൻ ഏതാ വരിക? കറക്റ്റ്. JCA accreditation process typically takes how long for a hospital? Option A, 3 to 6 months. Option B, 6 to 12 months. Option C, 12 to 24 months. Option D, over 24 months. ഏത് ആൻസർ വരുന്നത്? നമ്മൾ JCA ഒരു ബോക്സ് ഒക്കെ പഠിച്ചില്ലേ മക്കളെ? പഠിച്ചോ? അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ആരംഭിക്കുന്ന മുതൽ എത്ര നാളിനുള്ളിൽ നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടും എന്നാ പറയുന്നത്? അവിടെ ടൈം പീരീഡ് ഒക്കെ പറയുന്നില്ലേ? ഉണ്ടോ? എന്താണ്? എത്ര മന്ത്സ് ആണ്? ആ 12 to 24 months അല്ലേ? അതെന്താണ്? ആ ഒരു ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടില്ലേ? കണ്ടോ? ടൈം പീരീഡ് ഓൾറെഡി പറയുന്നുണ്ട് 12 to 24 months ആണ് കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. പക്ഷെ അത് മാറിപ്പോവരുത് കേട്ടോ. ഓപ്ഷൻസ് കാണുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവുന്ന എന്തുകൊണ്ടാ? പഠിക്കാത്തത് കൊണ്ട് കേട്ടോ. In comparison between NAV and JCA, which is described as an Indian product? In comparison between NAV and JCA, which is described as an Indian product? Option A, JCA. Option B, NAV. Option C, both. Option D, neither. ഏതാണ് മക്കളെ? നാബ് ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് നാബിനെ അല്ലേ?
Which accreditation body is described as being more than 65 years old and globally accepted as the gold standard? Which accreditation body described as being more than 65 years old and globally accepted as the gold standard? Option A NAAP, option B QCA, option C JCA, and option D ISQA. Very good, JCA. Next. Which JCA standard category include patient and family rights? PFR. ഇതിലാ വരുന്നത് patient and family rights എന്ന് പറയുന്നത് ഏത് സ്റ്റാൻഡേർഡ് കാറ്റഗറിയിലാ വരുന്നത്? ഓപ്ഷൻ വേണോ അത്? മാനേജ്മെന്റ് സെന്റേർഡ് ആണോ പേഷ്യന്റ് സെന്റേർഡിലാണോ വരുന്നത്? പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ. അപ്പൊ അവിടെ ഓപ്ഷൻ ഒന്നും ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം ട്ടാ. The National Quality Campaign in India aims to empower consumers to demand what? The National Quality Campaign in India aims to empower consumers to demand what? Option A, lower prices. Option B, faster service. Option C, quality goods or services. Option D, more options. ഏതാണ്? വെരി ഗുഡ്. ക്വാളിറ്റി ഗുഡ്സ് ഓർ സർവീസസിനെയാണ് അല്ലെ? The NAAP-CB board under QCA confers accreditation to whom? The NAAP-CB board under QCA confers accreditation to whom? Option A, hospital. Option B, schools. Option C, certification bodies. And option D, laboratories. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി, സർട്ടിഫിക്കേഷൻ ബോഡീസ്. വെരി ഗുഡ്. സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട ഓരോ ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ വ്യക്തമായിട്ട് അല്ലെ? ഓരോ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ? ഇന്നലെ പറഞ്ഞു. ശരി, ഇന്നുണ്ടായിരുന്നു തോന്നുന്നു മിസ്. ഫസ്റ്റ് അവർ മിസ് ആയിരുന്നോ? Okay, ശരി. Which of these is not a JCA accreditation program mentioned? Which of these is not a JCA accreditation program mentioned? Option A, hospital accreditation. Option B, clinical lab accreditation. Option C, restaurant and food service accreditation. Option D, ambulatory care facilities accreditation. ഏതാ? Option C, restaurant and food service accreditation. The first step in the JCA accreditation process is to obtain a copy of the JCA standards and what? The first step in the JCA accreditation process is to obtain a copy of the JCA standards and what? Option A, schedule the survey. Option B, pay the full fee. Option C, prepare for accreditation. And option D, hire new staff. Option C, like prepare for accreditation. ശരി.
The Quality Council of India is registered as what type of society? ഏത് type of society ആണ് Quality Council of India രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? Option A, for profit company. Option B, a government agency. Option C, a trade union. Option D, a not-for-profit society. എന്താ ആൻസർ വരുന്നത്? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു പ്രോഫിറ്റ് കമ്പനി ആയിട്ടാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ആണോ? ആണോ? അല്ല. ഒരു ട്രേഡ് യൂണിയൻ ആയിട്ടാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? അല്ല. ഒരു ഗവൺമെന്റ് ഏജൻസി ആയിട്ടാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? അല്ല. നോട്ട് ഫോർ പ്രോഫിറ്റ് സൊസൈറ്റി ആണ് കേട്ടോ. നോട്ട് ഫോർ പ്രോഫിറ്റ്, അത് വ്യക്തമായിട്ട് അവിടെ തന്നെ കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ. നോട്ട് ഫോർ പ്രോഫിറ്റ് സൊസൈറ്റി എന്ന പേരിലാണ്. അപ്പൊ ബി ആണ് കേട്ടോ ആൻസർ വരുന്നത്. What is the role of the principal assessor in the NAP process? What is the question now? The Quality Council of India is registered as what type of society? What type of society? Okay. Then another question. What is the role of the principal assessor in the NAP process? എന്താണ് NAP പ്രോസസ്സിൽ ഒരു പ്രിൻസിപ്പൽ അസസറിന്റെ റോൾ എന്താ? എന്തായിരിക്കും? എന്താണ് ഒരു റോള്? ആ അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഓവറോൾ റെസ്പോൺസിബിലിറ്റി ഇദ്ദേഹത്തിനായിരിക്കില്ലേ? അല്ലെ? അതാണ് ടു ഹാവ് ദ ഓവറോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് കണ്ടക്ടിങ് ദ അസസ്മെന്റ് കേട്ടോ. അതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസിൽ നിന്നൊക്കെ ഈ ഓപ്ഷൻസ് ചൂസ് ചെയ്തെഴുതാം. In JCA survey, a trial survey is conducted for what purpose? JCA സർവേയിൽ നമ്മളൊരു ട്രയൽ സർവേ കണ്ടക്ട് ചെയ്യുന്നത് പഠിച്ചു അല്ലേ? പഠിച്ചോ? എന്തുദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത്? എന്തുദ്ദേശത്തിന് വേണ്ടിയിട്ടാ? എന്തിനായിരിക്കും? As a means of experiencing a full survey and highlighting gaps. അല്ലെ? ഫുൾ സർവേ എക്സ്പീരിയൻസ് ചെയ്യാനും അതിലെ വ്യത്യാസങ്ങൾ ഗ്യാപ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും. Apollo hospitals in Chennai, Aster Medicity in Kochi are examples of what? ഏത് ബോഡീസിന്റെ എക്സാമ്പിൾ ആണ്? എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ എ, ഹോസ്പിറ്റൽ സീക്കിംഗ് അക്രഡിറ്റേഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം. അതാണോ ആൻസർ വരുന്നത്? ആണോ? അല്ല. ഓപ്ഷൻ ബി, ഹോസ്പിറ്റൽ ദാറ്റ് ഹാവ് ഫെയിൽഡ് അക്രഡിറ്റേഷൻ. ഈ സ്ഥാപനങ്ങൾ അക്രഡിറ്റേഷനിൽ ഫെയിൽ ആയത് ഹോസ്പിറ്റലുകളാണോ? അല്ല. അല്ലെ? JCA അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ ആണോ? JCA അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ ആണോ? ആണ്. അല്ലെ? അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നാബിന്റെ ഭാഗങ്ങൾ രമ്യ മിസ് പറഞ്ഞതുകൊണ്ട് മിസ് ആ ഭാഗവും നോക്കിയിട്ടില്ല കേട്ടോ, പറഞ്ഞിട്ടില്ല നിങ്ങളോട്. JCA ഭാഗവും പിന്നെ നമ്മൾ അതിന് മുൻപെടുത്ത ഒരു ഹിസ്റ്ററി അതുപോലെയുള്ള മറ്റു ഭാഗങ്ങളൊക്കെയാണ് മിസ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഓക്കെയാണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ JCA ഭാഗം കുറച്ചുകൂടി ഒന്ന് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗത്ത് വന്നപ്പോ കൺഫ്യൂഷൻസ് വരുന്നുണ്ട്, റെസ്പോൺസ് കുറയുന്നുണ്ട് കേട്ടോ. അത് സ്വയം മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ആകെ കുറച്ചു പേരാണ് നമ്മുടെ ക്ലാസ് ഇപ്പൊ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നവര്. നിങ്ങൾ കുറച്ചു പേരേ ഉള്ളൂ, ഒരു 3, 4, 5 പേര്, മാക്സിമം 5 പേരൊക്കെ ഉള്ളൂ. അപ്പോ ആ ഉള്ളവർക്ക് വേണ്ടിയിട്ട്, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മള് ലൈവിൽ കയറുന്ന ആളുകൾ ആണ് കൂടുതലായിട്ടും നമുക്ക് റെസ്പോൺസ് ചെയ്യുന്നതും നിങ്ങളുടെ ആണ് നമ്മൾ കൂടുതലും മനസ്സിലാക്കുന്നത് നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത്. ബാക്കിയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ കാണുന്ന കാര്യം നമുക്ക് അവരുടെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ ഓരോ മെസ്സേജുകളിലൂടെയും ആൻസർ പറയുന്ന രീതികളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ ലാസ്റ്റ് വന്ന ഭാഗമൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്, വലിയ ചാപ്റ്റർ ആണ്, ക്വസ്റ്റ്യൻസ് കൂടുതൽ വരും കേട്ടോ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കളയരുത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഏത് ചാപ്റ്റർ പഠിച്ചിട്ട് വരും? ഏത് ചാപ്റ്റർ ഒക്കെ പഠിച്ചിട്ട് തന്നെ? 6th മോഡ്യൂളിലെ 2 ചാപ്റ്റർ നോക്കിക്കോട്ടോ. 6th മോഡ്യൂളിൽ മിസ് 2 ചാപ്റ്റർ എടുത്തില്ലേ? ജനറൽ ഫോംസും ഹോസ്പിറ്റൽ പ്ലാനിങ്ങും. ഓക്കെ, അപ്പൊ അത് രണ്ടും നോക്കിയിട്ട് വരാം. കാരണം ജനറൽ ഫോംസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ചാപ്റ്റർ അല്ലേ.
ഹോസ്പിറ്റൽ പ്ലാനിങ്ങും നോക്കിയിട്ട് പോലും നമുക്ക് ജനറൽ ടേംസിന്റെ ആ ഒരു എന്താണ് ജനറൽ ഫോംസ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ നമുക്ക് നോക്കിയിട്ട് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. അതിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറില്ല. ഉള്ള ക്വസ്റ്റ്യൻസ് വരാവുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹോസ്പിറ്റൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററും അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാട്ടാ. അപ്പൊ ഒരു ജനറൽ ഐഡിയ വെച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് റിവൈസ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ 2 ചാപ്റ്റേഴ്സ് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.